ഇന്നലെ ഈ വിധി വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലിൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിധി ഇങ്ങനെയല്ലേ ആയുള്ളൂ, ശരി പോട്ടെ, SFIയോട് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അവിടെ കാണാമെന്നാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മാധ്യമങ്ങൾ സത്യത്തിൽ മാസപ്പടി എന്ന് പറയുന്നൊരു കേസേ ഇല്ല. അത് മലയാള മനോരമ ഉണ്ടാക്കിയെടുത്തൊരു ടേമാണ് മാസപ്പടി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ കേസ് SFIക്കെതിരെ എക്സാലോജിക്ക് ഒരു ഹർജി കൊടുത്തിരുന്നല്ലോ. അന്ന് ആ ഹർജി കൊടുത്തപ്പോൾ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ H. ശാന്തിഭൂഷണാണ് SFIക്ക് വേണ്ടി ഹാജരായത്. അദ്ദേഹം കോടതിയിൽ പറഞ്ഞൊരു സ്റ്റാൻഡ് എന്ന് വെച്ചാൽ, ഞങ്ങൾ വന്നത് ഈ 1.72 കോടി രൂപയുടെ വിഷയത്തിലല്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന അനധികൃതമായി കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് 135 കോടി രൂപ ഈ പറയുന്ന CMRലെ കേരളത്തിലെ പല പൊളിറ്റിക്കൽ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും അടക്കം നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതിൽ 1.72 കോടി എന്ന് പറയുന്നത് അത് ത്രൂ ബാങ്കാണ്. അത് സേവനത്തിനുള്ള തുകയാണ്. ഇനി എന്തുകൊണ്ട് സേവനം വെളിപ്പെടുത്തുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇവർ കുറേ നാളായി ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു കരാർ ഒപ്പിടുമ്പോൾ AMC വരുമ്പോൾ അതിൽ NDA എന്ന് പറയുന്ന ഒരു ക്ലോസ് വരാറുണ്ട്, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് എന്ന് പറയുന്നൊരു സംഭവം വരാറുണ്ട്. അത് പ്രകാരം അവർക്ക് ഇത് വെളിപ്പെടുത്താൻ വീണയ്ക്ക് കഴിയില്ല. കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ മറ്റ് കമ്പനിക്ക് അവർക്കെതിരെ നിയമ നടപടിക്ക് പോകാം. അവർക്ക് ഈ ജോലി ഒരിക്കലും കിട്ടാതിരിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ത് സേവനം നിങ്ങൾ പറയുന്നില്ല എന്ന കാര്യം ഇവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വസ്തുത ഈ SFIയോട് അന്വേഷണം അത് കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി മരിച്ചു പോകേണ്ട അദ്ദേഹത്തിന് പ്രശ്നമില്ല. ഈ പറയുന്ന സാറുമാരൊക്കെ വെളിപ്പെടുത്തേണ്ടി വരും. കാരണം ഇവരൊക്കെ പൊതുസമൂഹത്തിന് മുൻപിൽ സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ഏറ്റവും രാഷ്ട്രീയമായിട്ടുള്ള ഗൗരവം അതാണ്. യഥാർത്ഥത്തിൽ ഈ കേസും ഈ സാഹചര്യവും സൃഷ്ടിക്കുന്നത് വഴി ഈ സാഹചര്യത്തിൽ മാത്യു കുഴൽനാടനും കോൺഗ്രസും പരാജയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിധത്തിലേക്കുള്ള കരിമണൽ CMRലുമായിട്ടുള്ള ആൻ്റണിയുടെ കാലത്ത് നൽകിയിട്ടുള്ള വലിയ സേവനങ്ങൾ, കരുണാകരൻ്റെ കാലത്ത് നൽകിയിട്ടുള്ള സേവനങ്ങൾ, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നൽകിയിട്ടുള്ള സേവനങ്ങൾ, ഇതെല്ലാം കുറേ കൂടി ചർച്ച ചെയ്യുന്നതിന് ഇടവരുത്തുന്നു. അതുപോലെ CMRൽ നിന്ന് കോടികൾ വാങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ സമ്മതിച്ച സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി വളരെ ശക്തമായ ഭാഷയിൽ അത് നിഷേധിച്ചയാളാണ്. മറ്റവരൊക്കെ ഇത് കേട്ടപ്പോഴേ ഇത് പറയും, മുഖ്യമന്ത്രി പറഞ്ഞു അത് പിണറായി വിജയൻ അല്ല കേട്ടോ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവാണത്. യഥാർത്ഥത്തിൽ സർക്കാർ ഇക്കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് അത് ശരിയാണ് എന്ന് ജനങ്ങൾക്ക് കുറെ കൂടി ബോധ്യം വരുന്ന നിലയിലേക്ക് ഈ കേസ് ആ നിലയിൽ സർക്കാരിന് ഗുണകരമായി മാറി. പ്രതിപക്ഷത്തിൻ്റെ പരാജയം എന്നതുപോലെയോ അതിനപ്പുറമോ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഗൗരവമായ വിഷയത്തിൽ തങ്ങൾ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പൂർണ്ണമായും ശരിയാകുന്നു എന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെ.